ഇന്ന് സെപ്റ്റംബർ 29 ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല നിങ്ങൾക്കായി ഒരുക്കുന്ന IIT എയിംസ് 2-year +2 കോച്ചിംഗ് പ്രോഗ്രാമിലേക്കും അതോടൊപ്പം തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുമുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഇന്നാണ്. കേരളത്തിനുടനീളമായും അതോടൊപ്പം തന്നെ കേരളത്തിനു പുറമെ ബാംഗ്ലൂരുവിലും ദുബായിലും ഖത്തറിലുമായി 50ഓളം സെന്ററുകളാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 50ഓളം സെന്ററുകളിലായി 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്നത്തെ സ്ക്രീനിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കായി ലക്ഷക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പാണ് കാത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റുഡൻ്റ് ഐ ഡി ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 6 സ്റ്റുഡൻ്റ് ഐ ഡി ആണ്. എല്ലാവർക്കും സ്റ്റുഡൻ്റ് ഐ ഡി അറിയാമല്ലോ, ഹോൾ ടിക്കറ്റിലുണ്ട്. കറക്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റുഡൻ്റ് ഐ ഡി എഴുതണം ആദ്യം. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ബബിൾ ചെയ്യുക ചെയ്യേണ്ടത്. പിന്നെ ടെസ്റ്റ് ഐ ഡി ഉണ്ട്. ടെസ്റ്റ് ഐ ഡിയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡും. മൂന്നാമതായിട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണേ. പിന്നെ ഏത് സ്ട്രീമാണോ, CBSE ആണോ സ്റ്റേറ്റ് ആണോ ഇതാന്ന് കൊടുക്കുക. IIT എയിംസിൻ്റെ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വന്ന അദ്വൈതിൻ്റെ പാരൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ മാം. ഹലോ സർ. മോനിപ്പം എക്സാം എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പം നിങ്ങൾക്കിപ്പം എന്താ ഫീൽ ചെയ്യുന്നത്? ഇന്നലെ ഇന്ന് മോൻ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂളായിട്ട് എടുക്കുക, ഞങ്ങൾ സപ്പോർട്ടിനുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ. അവനധികം ടെൻഷൻ ഞങ്ങൾ കൊടുക്കാറില്ല. കാരണം 8th and 9th ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സ് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്ലാസ്സൊക്കെ ഇവിടെ നല്ല ക്ലാസ്സാണ് ടീച്ചേഴ്സിൻ്റെ. ഞങ്ങളും കൂടി ഇരിക്കാറുണ്ട് മിക്ക സമയം കിട്ടുമ്പോൾ. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പോൾ ആക്ച്വലി ഈ പാലാ ബ്രില്യൻസിനോട് കോഴ്സിന് വിടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഏറ്റുമാനൂർ സെറ്റിലായിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ആലപ്പുഴക്കാരാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ സെറ്റിലാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി. ഇനിയിപ്പം മോളും ഉണ്ട്, അവളും അപ്പം നല്ലൊരു ഇതാണ്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ്. കുറച്ച് നാളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു 1-1.5 മാസമായിട്ട് ചില ദിവസം സ്കൂളിൽ പോയിട്ടില്ല. കാരണം ഇതിനു വേണ്ടി തന്നെ കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഇന്ന് രാവിലെയും കുറേ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. കുഴപ്പമില്ല, ഒരു 200 റാങ്കിനുള്ളിലൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒരു പ്രതീക്ഷയുണ്ട്. എൻ്റെ പേര് പ്രവീൺ. ഹിന്ദു. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വരുന്നത് പിറവത്തുനിന്ന്. ഇപ്പം ആരാണ് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താൽ വന്നിരിക്കുന്നത്? ഇപ്പോൾ വന്നിരിക്കുന്ന എൻ്റെ 2ാമത്തെ കുട്ടിയാണ്. മൂത്തയാള് 12th ഇപ്പം. നമ്മുടെ ബ്രില്യൻ്റ് തന്നെ ക്ലാസ്സുകളിലെ ചവറായിലാണ് പഠിക്കുന്നത്. സെൻറ്റ് വിൻസെന്റിൽ റെസിഡൻഷ്യൽ ബാച്ചിലാണ് പഠിക്കുന്നത്. കുട്ടിയുടെ പേരെന്താണ്? ഇപ്പോൾ വന്നിരിക്കുന്ന ആളുടെ പേര് ദർശൻ. മൂത്തയാള് ഹർഷൻ. ഇതിലാണ് താല്പര്യം? മെഡിക്കലാണോ എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിങ്ങിനാണ് പുള്ളി ടെസ്റ്റ് വന്നിരിക്കുന്നത്. പ്രിപ്പറേഷൻ നമുക്കിവിടെ സിലബസ് തന്നിരുന്നല്ലോ. പിന്നെ ഓൺലൈൻ മറ്റേ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിലബസ് നമുക്ക് തന്നിരുന്ന സിലബസിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിച്ചത്. പിന്നെ 9ലെയും വരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ 9ലെ ക്ലാസ്സുകളിൽ ഉള്ള കാര്യങ്ങൾ നോക്കിയിരുന്നു. പിന്നെ 10ലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു. നമുക്ക് ഇവിടുന്ന് ടീച്ചർ, കോർഡിനേറ്റർ കൃത്യമായിട്ട് വിളിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മോഡൽ ടെസ്റ്റ്, ഈ മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളുടെ ഫൗണ്ടേഷൻ എക്സാമിന് വന്നിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് പാരൻറ്റിനോട് ചോദിച്ചറിയാം. അപ്പോൾ ഹലോ മാം, എൻ്റെ പേര് സുഗന്ധി. എവിടെ നിന്നാണ് വരുന്നത്? കുമരകം. മോനാണോ മോളാണോ? മോനാണ് അല്ലേ. ഓക്കെ. അപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലെ. മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ? എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു? അതിനെല്ലാം ചെയ്യാനൊക്കെ കിട്ടുന്നു? ആദ്യമൊക്കെ കുറവായിരുന്നു. ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകൾ കുറെ എഴുതിയതുകൊണ്ട്. അപ്പൊ എങ്ങനെയാ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? അത് കഴിഞ്ഞ വർഷം ഞാൻ വെറുതെ ബ്രില്യൻസിന്റെ സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ അതിൽ കണ്ടത്. അപ്പം ലാസ്റ്റ് ഇയർ ഞാൻ വെറുതെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വർഷം 5ാം ക്ലാസ് ആയപ്പം ഞാൻ അവൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെ ചെയ്തു. എൻ്റെ പേര് സിബി തോമസ്.
മോനിപ്പള്ളി, കുറവലങ്ങാട് അടുത്ത് മോനിപ്പള്ളി. ഏത് പ്രോഗ്രാമിലേക്കാണ് കുട്ടി ജോയിൻ ചെയ്യാൻ? ഇപ്പം എയിംസ് ബാച്ചിലോട്ടും 6th സ്റ്റാൻഡേർഡിലോട്ടുള്ള ഫൗണ്ടേഷൻ. 2 സ്ക്രീനിങ് ടെസ്റ്റ് എഴുതുന്നുണ്ടോ? 2 കുട്ടികളാ. അപ്പം എന്തൊക്കെയായിരുന്നു അവരുടെ പ്രിപ്പറേഷൻസ്? അവർ ആക്ച്വലി 2 വീക്സ് ഇപ്പം മോക്ക് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്തു. പിന്നെ അവരുടെ ലാസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് എടുത്ത് റെഫർ ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു ഈ പ്രോഗ്രാമിനെ പറ്റി, സ്ക്രീനിങ് ടെസ്റ്റിനെ പറ്റിയത്? അപ്പോൾ മോള് 6th സ്റ്റാൻഡേർഡ് മുതൽ മാന്നാനം സ്കൂളിൽ ഫൗണ്ടേഷന് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ അവൾ 12th കഴിഞ്ഞു. അപ്പം പിന്നെ ഇളയവരെ അത് വിടണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ കോവിഡ് വന്നതുകൊണ്ട് സെക്കൻഡ് വണ്ണ് മൂത്ത മോനെ വിടാൻ പറ്റിയില്ല, 1 വർഷമേ വിട്ടുള്ളൂ. പിന്നെ അവനെ ഇനിയിപ്പോൾ 11th എയിംസ് ബാച്ചിലോട്ട് നോക്കുന്നു. കുഞ്ഞുവൻ ഇപ്പം 5-ലായതുകൊണ്ട് ഇപ്പം 6th തന്നെ തുടങ്ങാമെന്ന് വെച്ചു. ഹായ് സർ. സർ വർക്ക് ചെയ്യാണോ? ഞാനൊരു എക്സർസൈസ്മാനാണ്. ഞാൻ മിലിറ്ററിയിലായിരുന്നു. ഇപ്പം ജസ്റ്റ് ഇരിക്കുകയാണ്. ആണല്ലേ, ഓക്കെ. അപ്പോൾ മക്കൾ രണ്ടുപേരും ബ്രില്യൻറ്റിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഓൾറെഡി സക്സസ്ഫുള്ളി ഒരു IIT-യിൽ പഠിക്കുകയാണ്. അപ്പോൾ എന്താണ് ചെറിയ മോനെ കുറിച്ചിട്ട് എന്താണ്? ആക്ച്വലി എൻ്റെ മൂത്ത മോനെ അങ്ങനെ കിട്ടിയോണ്ട് ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞങ്ങളിപ്പം ഇളയ മോനെ ആക്ച്വലി നേരത്തെ അവൻ പത്തനംതിട്ടയിലാണ് പഠിച്ചോണ്ടിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അവിടുന്ന് TC വാങ്ങിച്ചിട്ട് ഞങ്ങളിപ്പോ ചാവറ സ്കൂളിൽ വന്നിരിക്കുക. അപ്പം നമുക്ക് ആ ഒരു ഇതുണ്ട്, എങ്ങനെയും മോനെ IIT-യിൽ ഇനി മുന്നോട്ട് നല്ല പഠനമായിട്ട് കയറി അങ്ങനെ വരാം. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടിയാ നല്ലൊരു ഒപ്പീനിയൻ ആണ്, നല്ല ഇതാണ്. അപ്പം എന്തായാലും ഫൗണ്ടേഷൻ കോഴ്സ് അവൻ നല്ലപോലെ എഴുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും എഴുതി അവൻ മുന്നോട്ട് IIT പോട്ടെ നല്ല ഇതാ ആഗ്രഹം. അതെ. ഓക്കെ. എവിടെയാ വീട്? വീട് പത്തനംതിട്ടയിലാണല്ലേ. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഈ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മോള് എത്രാം ക്ലാസ്സിലെ എക്സാം ആണ് എഴുതാൻ പോകുന്നത്? മോനാണ്. ഓക്കെ ഓക്കെ. 8th-ലെ ഫൗണ്ടേഷന്റെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതാനാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ എക്സാമിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്? മൂത്ത മോനെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഏത് കോഴ്സായിരുന്നു? അവൻ IIT. ഇപ്പൊ അവൻ IIT റോപ്പാറില് ആണല്ലേ. ഓക്കെ. അപ്പൊ ചേട്ടനെ കണ്ടൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അനിയൻ? ഓക്കെ. അപ്പൊ അനിയന് ഇതുപോലെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ? അവനും പറയുന്ന അവനും IIT-യോടാണ് താല്പര്യം. അപ്പോൾ ചേട്ടൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്? ഫൗണ്ടേഷൻ എങ്ങാനും പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഫൗണ്ടേഷൻ അവന് 10th-ലാണ് എഴുതിയത് അല്ലേ? ഓക്കെ. അപ്പോൾ ആ IIT എയിംസിന്റെ കോഴ്സാണ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും എൻട്രൻസ് അത് ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡിലാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ക്ലാസ് തൊട്ടേ ഇത് പഠിച്ചു തുടങ്ങുന്നതിനോട് എന്താണ് അഭിപ്രായം? നല്ലതാണോ? നല്ലതാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങള് നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ ചാവറ സ്കൂളിൽ കൊണ്ടുവച്ചു. അതാ. ചാവറയിലാണ് പഠിക്കുന്നത് അല്ലേ? ആരാ ഇപ്പൊ എക്സാം എഴുതാൻ വന്നിരിക്കുന്നത്? മോനാണോ മോളാണ്? മോളാണ്. അപ്പം എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? നെച്ചിപ്പുഴൂർ, പാല രാമപുരം റൂട്ടിൽ നെച്ചിപ്പുഴൂർ. രാമപുരം. അപ്പം ബ്രില്യൻറ്റിൽ ഈ ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ടെന്നുള്ളത് എങ്ങനെയാ അറിഞ്ഞേ? ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം 10th-ലാണ് പഠിക്കുന്നത്. അപ്പം അതിലൂടെ അവിടുത്തെ മിസ്സ് നല്ല കോണ്ടാക്റ്റ് ഉള്ള ഒരു മിസ്സാണ്. അപ്പം ടീച്ചറെല്ലാം പറഞ്ഞു തരും. അപ്പം അതനുസരിച്ച് ഞങ്ങൾ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് പ്രിപ്പയർ ആയത്. പിന്നെ ക്ലാസ് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു, മറ്റ് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആള് എക്സാമിന് കയറുമ്പോൾ എങ്ങനെയായിരുന്നു? കോൺഫിഡൻ്റ് ആയിരുന്നോ? പൊതുവെ ഒരു ടെൻഷനുള്ള ആളാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും നമ്മൾ ക്ലാസ് നന്നായിട്ട് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി പരീക്ഷ കഴിഞ്ഞറിയാം. ഈ ഒരു എക്സാമിൽ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആവുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ആ ഒരു ടീമിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? നല്ല കാര്യമാണ്. എന്നുവെച്ചാൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ എക്സാമിലേക്ക് ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അതൊരു സ്കോളർഷിപ്പായിട്ട് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. അത് മറ്റു കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനമാകും എന്നാണ് ഒരു വിശ്വാസം. ഹായ് മാം. ഹായ്. എന്നിട്ട് പേര്? ദിവ്യ. എന്ത് ചെയ്യുക? ഞാൻ ഇവിടെ ഓൺലൈൻ ബ്രില്യൻറ്റിലെ ഓൺലൈൻ ട്യൂഷന്റെ ക്ലാസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രില്യൻറ്റിന്റെ തന്നെ. അതെ അതെ. അപ്പൊ മാമിന്റെ മോളാണോ മോള് 10th പഠിക്കുന്ന, മോള് 9th തൊട്ട് ഇവിടെ ഫൗണ്ടേഷനിൽ പഠിക്കുന്നുണ്ട്. മോൻ ഇപ്പൊ ഫസ്റ്റ് ടൈമിൽ 7th എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം. മോന് ഇങ്ങനെ ടെൻഷൻ ഒക്കെ ഉണ്ടോ? അവനങ്ങനെ ടെൻഷൻ ഇല്ല. അവൻ അറിയത്തില്ലല്ലോ ഇത് എന്താണ്. അപ്പൊ അത് ഫസ്റ്റ് ടൈം. മോക്ക് ടെൻഷൻ ഉണ്ട് അത്യാവശ്യം. കാരണം കഴിഞ്ഞ വർഷം 9th ഇത് എഴുതി 10th എഴുതി ഇപ്പം +1 അപ്പൊ അത്യാവശ്യം ടെൻഷൻ ഉണ്ട്. പ്രിപ്പയർ ഒക്കെ ചെയ്താൽ ഉണ്ട്. നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. എവിടെയൊക്കെ അവര് പഠിക്കുന്നത്? അവര് പാല ചാവറ
രണ്ടുപേരും? രണ്ടുപേരും, അതെ. അപ്പൊ എങ്ങനെയാ രണ്ടുപേരും ഫേവറേറ്റ് സബ്ജക്റ്റ് ഒക്കെ എങ്ങനെയാണ്? മോന്റേത് മാത്സും ഹിന്ദിയും, മോളുടേത് മലയാളവും സയൻസും. ഇപ്പൊ രണ്ടുപേർക്കും സയൻസ് മാത്സ് ഒക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. പക്ഷെ മോൾക്ക് മാത്സിനാണ് ഇപ്പം മാർക്ക് കൂടുതലുള്ളത്. മാത്സിനോട് അത്ര താല്പര്യം ഇല്ലെങ്കിലും പക്ഷെ മാത്സിന് നല്ല മാർക്കുണ്ട്. ഇവിടെ വരാൻ തുടങ്ങിയതിന്റെ വ്യത്യാസമാണ് ശരിക്കും. ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാത്സിന് അത്രയും മാർക്ക്. അപ്പൊ രണ്ടുപേരും എന്താണ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മോൾ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിനാണ് വരുന്നത്. ഫൗണ്ടേഷൻ സാറ്റർഡേ സൺഡേ. ക്ലാസ് ഒക്കെ ഇഷ്ടമാണ്? ഇഷ്ടവാ. മോൻ ഫസ്റ്റ് ടൈം, ഇതുവരെ ഇവിടെ മോൻ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം എക്സാം എഴുതിയിരിക്കും. ഫേവറേറ്റ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? എനിക്ക് അങ്ങനെ പേര് പറയാൻ അറിയില്ല, പറയാറുണ്ട്. അങ്ങനെയുണ്ട്. ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ് രണ്ടുപേര്. ഇവിടെ നിങ്ങളുടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം രണ്ടാളും കാണാറുണ്ട്. എൻ്റെ പേര് തങ്കച്ചൻ. വീട് എവിടെയാ? എൻ്റെ വീട് അങ്കമാലി. അങ്കമാലി. ഇവിടെ ആരാ എക്സാം എഴുതാൻ വന്നിരിക്കുന്നത്? മോനാണോ മോളാണോ? ഇപ്പോൾ മോനാണ്. മോളിവിടെ നേരത്തെ എഴുതിയിരുന്നു. ഞാനിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. മെഡിക്കൽ കോളേജിൽ. കൺഗ്രാജുലേഷൻസ്. പേരും മെറി. കഴിഞ്ഞ പ്രാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. 556. എങ്ങനെ ഏത് സ്ക്രീനിങ് ടെസ്റ്റിലേക്കാണ് വന്നേക്കുന്നത്? ഇതിപ്പോൾ 10th കഴിഞ്ഞിട്ട് IIT എയിംസിൻ്റെ ടെസ്റ്റിന് വേണ്ടിയാണ്. ഏതാ നോക്കുന്നത്? മെഡിക്കൽ ആണോ എഞ്ചിനീയറിംഗ് ആണോ? പുള്ളിക്ക് മാത്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഈ സയൻസ് വിഷയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ബയോളജി എടുത്ത് മാറ്റിയല്ലോ. നേരത്തെ ബയോളജി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് കാരണം ഇപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും അതുപോലെ തന്നെ മാത്സ് മാത്രം നോക്കിയാൽ മതിയല്ലോ. മാത്സിനാണ് പുള്ളിക്ക് താല്പര്യം. കൂടുതൽ ആൾ ബ്രില്യൻ്റ് ആണ്, പക്ഷേ ആൾ വർക്ക് ചെയ്യില്ല. കുഴപ്പമില്ല, ശരിയാക്കി. അപ്പോൾ പക്ഷേ ഇവിടെ ഇത് കിട്ടിയാലല്ലേ ഇവിടെ നമുക്ക് ചേർത്ത് പഠിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആള് ഓൺലൈനിൽ നോക്കുന്നുണ്ട്, പിന്നെ ട്യൂഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ ആക്ച്വലി ഞങ്ങൾ UK ഓൾറെഡി സെറ്റിൽഡാണ്. പക്ഷേ എഡ്യൂക്കേഷൻ നമുക്ക് ഇവിടെ തന്നെ വേണമെന്നുള്ളൊരു കമ്പൽസറി ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th വരെ നമുക്കിവിടെ ഓക്കെ. നമുക്കൊരു എന്താ പറയുക, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട് കുട്ടികളിലും. അച്ചടക്ക രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ ആളവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. 7 അവിടെ പഠിച്ചതാണ്. പക്ഷേ ആരൊന്നും പറയാനില്ല, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അത് അവരെ പഠനത്തെ ബാധിച്ചു. അദ്ദേഹം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. മകള് നേരത്തെ 8ാം ക്ലാസ് തുടങ്ങി ഇതിൻ്റെ ഫൗണ്ടേഷനും ഇതിനു വേണ്ടി ക്ലാസ്സുകൾ ഇവിടെ അറ്റൻഡ് ചെയ്ത ആളാണ്. ആൾ എറണാകുളത്തായിരുന്നു അന്ന്. ഇത് 9ലൊക്കെ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ ആൾക്ക് നമ്മുടെ സ്ക്രീൻ ടെസ്റ്റിന് നല്ല മാർക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രീ എഡ്യൂക്കേഷനൊന്നും കിട്ടിയ ആൾക്ക് ഇത്ര മാർക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നുണ്ടെന്ന് തോന്നുന്നു. ഹോസ്റ്റലിൻ്റെ ഫീസ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അന്ന് റാങ്ക് ഉള്ളതുകൊണ്ടായിരിക്കും അത്. അത് റിപ്പീറ്റാണ്. ഫസ്റ്റിൽ പുള്ളിക്കാരത്തി വേണമെങ്കിൽ സെൽഫ് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. നമ്മൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു ആയിക്കോട്ടെ, അപ്പോൾ ഇനി 1 വർഷം കളയണ്ടെന്ന് വെച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു വേണ്ട, ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മെറിറ്റ് കിട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനമാണ്. അനികേത്. ഓക്കെ. അപ്പൊ എങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത് എങ്ങനെയാ? സ്ക്രീനിങ് ടെസ്റ്റ് ഞങ്ങൾ ന്യൂസ് പേപ്പറിൽ കണ്ടായിരുന്നു. പിന്നെ നേരത്തെ കുട്ടികൾ പഠിക്കുന്ന അറിയാം. പിന്നെ സ്കൂളിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ. അങ്ങനെയാ. കുട്ടി എങ്ങനെ ബ്രില്യൻ്റ് ആണോ? നല്ലോണം കുഴപ്പമില്ല. ഏതാ മോന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്? സബ്ജക്ട് മാത്സ് തന്നെയാണ്. ഓ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും നല്ല ബ്രില്യൻ്റ് ആയിരിക്കും. ശ്രീഗാഥ. ഓക്കെ, ശ്രീഗാഥ. എങ്ങനെയാ അറിഞ്ഞത് ഇവിടെ എക്സാം നടക്കുന്നത്, സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുന്നത്? മോളുടെ കസിൻ സിസ്റ്റർ ഇവിടെ പഠിച്ചിരുന്നു. 12 കഴിഞ്ഞിട്ടായിരുന്നു, അരവിന്ദയിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചപ്പം അങ്ങനെ +2 കഴിഞ്ഞിട്ട് 1 വർഷം ഇതിനായിട്ടും സമയം കളയണ്ടെന്നുള്ളൊരു കൺസെപ്റ്റില് മോളോട് ഇങ്ങനെ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്, ഇങ്ങനെ മെസ്സേജസ് റിസീവ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കസിൻ സിസ്റ്റർ പറഞ്ഞു. മോൾ എത്രയിലാണ് പഠിക്കുന്നത്? 9ല്. അപ്പൊ 10th മോക്ക് എക്സാം ഒക്കെ എഴുതിയിരുന്നു? മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു മോള്. എഴുതിയിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? നല്ല മാർക്ക് കിട്ടുന്നുണ്ട്? മോക്ക് ടെസ്റ്റ് ചെയ്തതിൽ മോക്ക് കെമിസ്ട്രി മാത്രമാണ് ഇത്തിരി ടഫ് എന്ന് പറഞ്ഞത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. ഏറ്റവും ടഫ് സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു അല്ലേ? ഇപ്പൊ ഇത് ടെസ്റ്റ് ചെയ്തത് സബ്ജക്ട് ഏതാണ്? മോക്ക് സയൻസ് ഇഷ്ടമാണ്. സയൻസ്. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അരവിന്ദ് വിദ്യാമന്ദിരം. എവിടെ വീട്?
നമ്മുടെ ശരിക്കുള്ള വീട് പുതുപ്പള്ളിയിലാണ്. പള്ളിക്കത്തോട് നമ്മൾ മോളുടെ യാത്രാ സൗകര്യം പ്രമാണിച്ച് ടെമ്പററി ബേസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നല്ലോണം പ്രിപ്പറേഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എക്സാമിന്? ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്ത് അവർക്ക് ഓണം കഴിഞ്ഞിട്ടാണ് സ്കൂളിലെ ഹാഫ് ഇയർ എക്സാം. രണ്ടും കൂടി ടെൻഷൻ ഉണ്ടായിരുന്നു ഇല്ല? ഇല്ലാതില്ല. മാമിന് ടെൻഷൻ ഉണ്ട്, അതേ മോക്ക് ടെൻഷൻ ഉണ്ടോ? കുഴപ്പമില്ല, കിട്ടിയത് നല്ല കാര്യം. മോനാ വന്നിരിക്കുന്നത്. മോനാണ് വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് അറിഞ്ഞത്? ഇപ്പോൾ ഓൾറെഡി ഇവിടെ 10th ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കൊടുങ്ങൂരിന്ന്. അപ്പം ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കണേ? ഹോളി ഫാമിലി ഇന്റർനാഷണൽ സ്കൂള്. ഹോളി ഫാമിലി ഇന്റർനാഷണൽ സ്കൂളിൽ ICSE ആണ്. അപ്പം ഇപ്പോൾ ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ മോൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മോക്ക് ടെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കോഴ്സിന് വരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടാതെ മെൻറ്ററുണ്ട്, വിളിച്ചെല്ലാം അന്വേഷിക്കാറുണ്ട്, ചെയ്യുന്നുണ്ട്. വേറെ എക്സാംസ് എല്ലാം പ്രിപ്പയർ ചെയ്യിക്കുന്നുണ്ട്, ഒളിമ്പിയാഡും സയൻസ് ഒളിമ്പിയാഡ്. അപ്പോൾ എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്, ഇതിൻ്റെ ചെയ്യാനും കൂടിയുള്ള ഒരു അഡ്വാൻറ്റേജാണ്. ആള് ഇപ്പം മോക്ക് ടെസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ചെയ്തു വരുന്നത്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം കോൺഫിഡന്റ് ആയിരിക്കുമല്ലോ ഇപ്പൊ എക്സാം. അപ്പം ഇപ്പൊ IIT എയിംസിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ആണല്ലോ, അപ്പൊ അതില് മെഡിസിൻ ആണോ മോന് താല്പര്യം? എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം. മോനെ പോലെ തന്നെ മാം കോൺഫിഡന്റ് ആണോ? ഉണ്ട്. ഇന്ന് രാവിലെയും കൂടി മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടാണ് വന്നത്. എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കിട്ടാത്തതൊക്കെ ഇരുന്ന് പിന്നെ നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. +1 ഒരു അഡ്വാൻറ്റേജ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മിയ. മോന്റെ ജെയിംസ്. മോള് എത്രാം ക്ലാസ്സിൽ ടെസ്റ്റ് ചെയ്താണ് വന്നേ? 5ാം ക്ലാസ്. മോന് 7ാം ക്ലാസ്. ഓക്കെ. മോളുടെ സ്കൂൾ ഏതാ? ചാവറ പബ്ലിക് സ്കൂൾ. ഓക്കെ. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? നൈബേഴ്സ് ആണ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? അതിന് ക്വസ്റ്റ്യൻ വന്നായിരുന്നോ? വന്നായിരുന്നു. മോനോ? എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. എന്നാൽ അവസാനമായപ്പോഴും പെട്ടെന്ന് തിടുക്കം കയറിയോണ്ട് കുറച്ച് അവസാനം ഒന്ന് തെറ്റിച്ചു കളഞ്ഞു അവസാനത്തെ 2 അല്ലാതെ ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തോണ്ട് ഇന്ന് അവസാനം കൂടെ ചെയ്തപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്ന് വന്നു. അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്യോ? സ്കോർ ചെയ്യാം. അപ്പൊ നമുക്ക് ഫൗണ്ടേഷനിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ? മോളോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ചെറിയ പാടുണ്ടായിരുന്നു, എന്നാലും പഠിച്ചോണ്ട് ഇച്ചിരി എളുപ്പമായിരുന്നു. എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഈ എക്സാമിന് വേണ്ടി? 9th 10th സയൻസിന്റെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്ത്, അല്ലാതെ ബ്രില്യന്റിന്റെ ബുക്കൊക്കെ റെഫർ ചെയ്ത് അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു. മൊത്തത്തിൽ എക്സാംസ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇല്ല. ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് എളുപ്പമായിരുന്നു. കെമിസ്ട്രി
അത് എളുപ്പമായിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് എനിക്ക് ഇച്ചിരി പാടായിരുന്നു, പക്ഷേ എല്ലാം എഴുതാൻ പറ്റിയോ? എന്താ പേര്? പരൻസി. അച്ഛന്റെ പേരെന്താ? അജേഷ്. ഓക്കെ. അപ്പോ എവിടെയാ വീട്? വാഴൂരാണല്ലേ. അപ്പോ ഇവിടുത്തെ ഏത് എക്സാം എഴുതാനാ വന്നത്? എത്രാം ക്ലാസ്സിന്റെ സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു? ഇത് 4, 8 ആ, സ്റ്റഡിങ് ഇൻ 7. അപ്പോ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. അപ്പോ സയൻസ് ഒക്കെ ഇഷ്ടമാണോ? അതുകൊണ്ടാണോ ഈ എക്സാം എഴുതാൻ വന്നത്? ഫേവറേറ്റ് സബ്ജക്ട് സയൻസ് ആണ്. അപ്പോ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? ISR ഒരു സയന്റിസ്റ്റ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ആളാണ് ഇത് പറയണത്. അപ്പൊ ഫിസിക്സ് ഒക്കെ ഇഷ്ടമാണോ നന്നായിട്ട്? എഞ്ചിനീയറിംഗ് ആണോ താല്പര്യം എടുക്കണമെന്ന്? അങ്ങനെ ഇപ്പൊ ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്നാലും സയൻസ് ഇഷ്ടമാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. കുറച്ചൊക്കെ ചിലടത്തൊക്കെ എനിക്ക് മനസ്സിലാഞ്ഞേ വന്നുള്ളൂ. മാത്സിന്റെ ചിലടത്ത് മാത്രമേ മനസ്സിലാവുള്ളൂ. സയൻസ് ഒക്കെ ഇഷ്ടമായി, നല്ലതായിരുന്നു, നന്നായി എഴുതാൻ പറ്റി അല്ലേ? ഓക്കെ. അപ്പൊ മോനിപ്പോ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇങ്ങനത്തെ എക്സാം എഴുതുമ്പോ ഫ്യൂച്ചറിലേക്ക് പഠിക്കാൻ വേണ്ടിട്ടാണല്ലോ എഴുതുന്നത്. അപ്പൊ എന്താ തോന്നുന്നേ? അവന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്, പിന്നെ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെയുള്ള കോച്ചിങ് കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോ എന്തായാലും ഇതെങ്ങനെയാ അറിഞ്ഞത് ഈ കോഴ്സിന്റെ കാര്യം? ഇവിടെ ഒരു സ്കൂൾ വഴി അറിഞ്ഞതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ആള് തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് പറഞ്ഞതാണോ എക്സാമിന്റെ കാര്യം? അതെ. പിന്നെ അവന്റെ അമ്മയ്ക്കും നല്ല താല്പര്യമാണ് ഇങ്ങനെയൊക്കെ എഴുതിപ്പിക്കാനും ഒക്കെ. അതെ, അതുകൊണ്ട് അതെ, അവന്റെ അമ്മയ്ക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് അവനോട് ഇങ്ങനെയൊക്കെ എഴുതാനാണ്. പുള്ളിയാണ് കൂടുതലും മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ നല്ലൊരു സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റട്ടെ. ഓക്കെ. എന്റെ മോന്റെ പേര് വിവേക്. IIT എയിംസിന്റെ എക്സാം എഴുതിയതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മോനെ എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. അപ്പം എങ്ങനെയാ ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞേ? ഞാൻ നേരത്തെ ബ്രില്യൻ ഉണ്ടായിരുന്നു, ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏജ് 11th-ലും 12th-ലും കയറിയായിരുന്നു. അപ്പൊ എനിക്കും കയറണമെന്നൊരാഗ്രഹം. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതിയതാ. അപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നു അത്? അതെ, നല്ല ഹെൽപ്ഫുൾ. വിചാരിച്ചതുപോലെ ആയിരുന്നു എക്സാം? താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് കിട്ടട്ടെ. താങ്ക് യു. മോന്റെ പേരെന്താ? വിധുകൃഷ്ണ. അപ്പോ നിങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണോ? ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നു. 6 months മുൻപ് ഇവിടെ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇവന്റെ ബ്രദർ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ. ഏത് കോഴ്സാ പഠിക്കുന്നത്? +1 IIT കോച്ചിങ്. IIT കോച്ചിങ് ആണല്ലേ. അപ്പൊ മോൻ ഫൗണ്ടേഷൻ എക്സാം എഴുതി വന്ന് നിൽക്കുകയാണല്ലേ? സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി വന്നിരിക്കുക. അപ്പൊ 5ാം ക്ലാസ്സിലത്തെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു. നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? എക്സാം മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ നല്ലതായിരുന്നു. ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ എളുപ്പം തോന്നിയത്? ബയോളജി ആണോ കൂടുതൽ ഇഷ്ടം? ഫ്യൂച്ചറിൽ ഇന്ന ആളാവണം അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ? ഇത് ISRO ചേർന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഫിസിക്സ് ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. അപ്പൊ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ആണോ ഇഷ്ടം? ഓക്കെ. അപ്പൊ നല്ല കാര്യം. എന്താണ് പേര്? ശ്രേയസ്. എവിടെയാണ് വീട്? പാല, ഇവിടെ അടുത്താണ്. IIT എയിംസിന്റെ 11th-ലോട്ടുള്ള എക്സാം ആണ്. എഞ്ചിനീയറിംഗ് ആണോ? എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത്. എന്തൊക്കെയായിരുന്നു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇതുവരെയുള്ള 8th തൊട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കും പിന്നെ ഞാനിവിടെ ഫൗണ്ടേഷൻ 6th തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റും പിന്നെ ഇവരുടെ മോക്ക് ടെസ്റ്റുകളും എല്ലാം എഴുതിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. എക്സാം കുറച്ച് ടഫായിരുന്നു. മാത്സ് കുറച്ച് ടഫായിരുന്നു. ബാക്കി ഓക്കെ. എന്താണ് പേര്? ഇവാൻ. വീട് പാല. എക്സാം എങ്ങനെയുണ്ട്? ഏത് എക്സാം അറ്റൻഡ് ചെയ്ത? ഞാൻ സ്ക്രീനിങ് ടെസ്റ്റ് IIT എയിംസ്. എഞ്ചിനീയറിംഗ് ആണോ മെഡിക്കൽ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മോഡറേറ്റ്. ഫിസിക്സ് കുറച്ച് പാടായിരുന്നു, ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു. പ്രിപ്പറേഷൻസ് ലാസ്റ്റ് ഇയർ സ്ക്രീനിങ് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് അതൊക്കെ എഴുതി. പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാ അത്രയൊക്കെ. പേരെന്താ? ഋത്തിക്ക് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫൗണ്ടേഷന്റെ എക്സാം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഏത് സ്കൂൾ ഏതാ? ഞാൻ ചാവറ പബ്ലിക്. നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞേ? സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് ഇപ്പം മിസ്സുമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം ഇവിടെ ട്യൂഷൻ ക്ലാസ്സസിലും ഡൗട്ട് ക്ലിയറൻസ് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. ഏതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബയോളജി ഇഷ്ടമായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? യൂസ്ഫുൾ ആയിരുന്നു സ്ക്രീനിങ് ടെസ്റ്റിന്. അപ്പം അടുത്താണ് ഫൗണ്ടേഷനിൽ പഠിക്കാൻ തയ്യാറാണോ? ഇഷ്ടമാണ്. ബ്രില്യന്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? ബ്രില്യന്റിനെ കുറിച്ച് അഭിപ്രായം സൂപ്പർ, ഇഷ്ടപ്പെട്ടു. ഇവിടെ വരണം, പഠിക്കണം. സന്തോഷമാണ്, ഹാപ്പിയാണ്. എന്താണ് എല്ലാവരുടെയും പേര്? എൻ്റെ പേര് ജോസഫ് ടോംസ്. എൻ്റെ പേര് റിച്ചാർഡ് ജോണസ്. ജോർജ് ബിലാൽ. ഞാൻ ജോർജ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞങ്ങൾ സെന്റ് അൽഫോൺസ് പബ്ലിക് സ്കൂൾ ജൂനിയർ കോളേജ്. നിങ്ങൾ 3 പേരും സെന്റ് അൽഫോൺസ്.
മേരി മൗണ്ട്. എങ്ങനെയാണ് ഈ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത്, ഈ ടെസ്റ്റിനെ പറ്റിയിട്ട് അറിഞ്ഞത് നിങ്ങൾ? ഞാൻ ബ്രില്യൻ്റ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ. ഞാൻ ഫൗണ്ടേഷൻ ഇവിടെ ബ്രില്യൻ്റ് 6ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നത്. അപ്പം ഓൺലൈനായിട്ട് അപ്പം ക്ലാസ് ടീച്ചർ പറഞ്ഞു ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം 11ാം ക്ലാസ്സിന് വേണ്ടി IIT പ്രോഗ്രാമിൽ ചെയ്യാൻ വേണ്ടി എക്സാം ചേച്ചി പറഞ്ഞറിഞ്ഞ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അറ്റൻഡ് ചെയ്യാൻ. എല്ലാവരും ഏത് കോഴ്സാണ് നോക്കുന്നത്, മെഡിക്കൽ ആണോ അതോ എഞ്ചിനീയറിംഗ് ആണോ? ഞാൻ എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു ഏറ്റവും ടഫ്? ഏറ്റവും ടഫ് മാത്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഫിസിക്സ് ഇച്ചിരി പാടായിരുന്നു, ബാക്കി കുഴപ്പമില്ല. മാത്സ് കുറച്ച് കളഞ്ഞു. ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. എന്താ പേര്? അഞ്ചു. എവിടെ വീട്? വീട് വള്ളിച്ചിറ. അപ്പോൾ മോന്റെ സ്ക്രീൻ ടെസ്റ്റിൽ ഒന്നാണ്. മോൻ എത്രാം ക്ലാസ്സിലേക്ക്? 5ാം ക്ലാസ്സിലേക്ക്? മോൻ 6ലാണ്. 6ലാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഫൗണ്ടേഷന്റെ ടെസ്റ്റാണ് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഏത് സബ്ജക്റ്റാ കൂടുതൽ എളുപ്പം തോന്നിയേ? ബയോളജി. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇന്നതാവണം എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? എന്താ? പോലീസ് ഓഫീസർ ആവണമെന്ന് ആഗ്രഹം. ഓക്കെ, അപ്പൊ സയൻസ് ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടം അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ എക്സാം എഴുതാൻ വന്നത്. എവിടെയാ പഠിക്കുന്നേ? ARS ഭരണങ്ങാനം. ഓക്കെ, ഭരണങ്ങാനത്ത്. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാ മാം അറിഞ്ഞത്? എന്റെ സിസ്റ്ററിന്റെ മോൻ പഠിക്കുന്നുണ്ട് ഇപ്പോഴേ ഫൗണ്ടേഷൻ കോഴ്സ് മാന്നാനത്ത്. ഓക്കെ, അപ്പൊ അതുവഴി അറിഞ്ഞതാണ് ചേച്ചി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒറ്റ മോനാണോ? ഒരു മോനും 2 മോളും. 2 മോനും. ഓക്കെ. അപ്പൊ അവരൊക്കെ ഇവിടെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇളയ ആൾക്കാർ, ഇളയ കുട്ടികളാണ് അല്ലേ? ഫസ്റ്റ് കിഡാണ് നമ്മുടെ ബ്രില്യൻ്റിലേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും കിട്ടട്ടെ. പേരെന്താ മോളെ? സിയ ഗ്രേസ്. വീട് അടുത്ത് തന്നെയാണോ? ഇവിടെ അടുത്ത. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ എക്സാം ഒക്കെ എഴുതുന്നെന്ന് പറയുമ്പോൾ. IIT-AIIMS അല്ലേ? എയിംസ് ബാച്ച് എടുക്കാനാ. എങ്ങനെയാണ് എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ ഇവരുടെ സോഷ്യൽ മീഡിയ വഴി ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ബ്രില്യൻ ഇസ് വെരി പോപ്പുലർ നൗ ഡേയ്സ്. സോ എല്ലാവരും തന്നെ ബ്രില്യനെ കുറിച്ച് അറിയാം. സോ ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം ഓപ്പർച്യൂണിറ്റി ടു ജസ്റ്റ് കം ഇൻ ടു ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റൈറ്റ് ആൻ എക്സാം. സോ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നു? വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ വിചാരിച്ചതുപോലെ തന്നെ ഈസി ആയിരുന്നു? കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. എന്റെ പേര് അൽഫിയ. മോളുടെ അശ്വതി. രണ്ടുപേരും IIT-AIIMS എക്സാം എഴുതിയതാണ്. എങ്ങനെയുണ്ടായിരുന്നു മോളെ എക്സാം? കുഴപ്പമില്ലായിരുന്നു. നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. നല്ല ലെവലായിരുന്നു. അപ്പം എക്സ്പെക്ട് ചെയ്തതുപോലെയായിരുന്നോ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഇച്ചിരി പാടായിരുന്നു. അപ്പം ഈ ഒരു എക്സാമിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞേ? അത് എൻ്റെ അച്ഛൻ്റെ കടയിൽ വന്നൊരു കസ്റ്റമർ ഇവിടെ ടീച്ചറാണ്. അപ്പം പുള്ളിക്കാറ്റ് പറഞ്ഞു അങ്ങനെ അറിഞ്ഞതാണ്. ഞാൻ ഫൗണ്ടേഷൻ 10th ഇവിടെ ഉണ്ടായിരുന്നു. 10th ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ അറിഞ്ഞതാണ്. അപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഹെൽപ്ഫുൾ ആയിരുന്നോ? ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഏത് സബ്ജക്റ്റാ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി? കെമിസ്ട്രി എളുപ്പമായിരുന്നു. പ്രണവ്. അപ്പൊ എക്സാം IIT-AIIMS എക്സാം എഴുതിയതാണ്. എങ്ങനെയുണ്ടായിരുന്നതാ? നല്ലതായിരുന്നു. എളുപ്പമായിരുന്നു? എളുപ്പമല്ലായിരുന്നു, എന്നാൽ ടഫും അല്ലായിരുന്നു. ഒരു ആവറേജ് ലെവലായിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? എക്സാമിനെ പറ്റി അറിഞ്ഞത് ഞാൻ അവിടെ ചെറുപ്പത്തിൽ തന്നെ ഫൗണ്ടേഷൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഇവർ തന്നെ പറഞ്ഞറിഞ്ഞതാണ്. ഫൗണ്ടേഷൻ ഒക്കെ പഠിച്ച് ഏകദേശം ഒരു ബ്രില്യന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പം അതൊക്കെ ചെയ്തായിരുന്നോ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാമിന്? അതെ, ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഒരു പോർഷൻ ഒക്കെ എങ്ങനെയൊക്കെയാണുള്ള മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. അതല്ലാതെ വേറെ ഏതെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? വേറെ കഴിഞ്ഞ വർഷത്തെയും NCERT സിലബസ് ബുക്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തായിരുന്നു. എന്താ പേര്? ജസ്വിൻ. ഓക്കെ, IIT-AIIMS എക്സാം എഴുതിയതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മോനെ എക്സാം? കുഴപ്പമില്ലായിരുന്നു, വളരെ നന്നായിട്ട് എഴുതാൻ പറ്റി. അപ്പം പ്രിപ്പയർ ചെയ്തതുപോലൊക്കെ തന്നെ ആയിരുന്നു? ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? അങ്ങനെ ടോട്ടലി ഈസി അല്ലായിരുന്നു, കുറച്ചൊക്കെ ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നാലും എല്ലാം ആൻസർ ചെയ്യാൻ പറ്റി, എല്ലാം ആൻസർ ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? ബ്രില്യന്റിൽ ആദ്യമായിട്ടാണോ അതോ ഇതിനു മുന്നേ എവിടെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അറിയാം. ഓക്കെ, അപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ മോനെ? അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? എല്ലാം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തത് ഈ ഒരു എക്സാമിന് ഹെൽപ്ഫുൾ ആയിരുന്നോ? തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരുന്നു. അതല്ലാതെ വേറെ ഏതെങ്കിലും പ്രിപ്പറേഷൻസ്? വേറെ ഏതെങ്കിലും വെച്ചാൽ സ്കൂൾ ടെക്സ്റ്റുകൾ കുറച്ച് ബ്രില്യൻ ടെക്സ്റ്റ് എന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്കൂൾ ടെസ്റ്റ് റെഫർ ചെയ്യേണ്ടി വന്നു. പിന്നെ ബാക്കിയെല്ലാം തന്നെയും ക്ലാസ്സുകൾ, പിന്നെ ലേണിലെ ക്ലാസ്സസ്, ലേണിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മളിന്നിപ്പോൾ 5ാം ക്ലാസ് മുതൽ
9ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള എക്സാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെച്ചും അതുപോലെ ദുബായ്, ബാംഗ്ലൂർ, ഖത്തർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ വളരെ വിജയകരമായി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള ഇന്നത്തെ ടെസ്റ്റ് കുട്ടികൾ പേരൻസും ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ വളരെയധികം തിരക്കും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വളരെ ആവേശത്തോടെ എഴുതിയ കുട്ടികളുടെ ഈ ഒരു റിസൾട്ടിൻ്റെ ആൻസർ കീ നമ്മൾ ഇന്ന് വൈകിട്ട് brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുകയും കുട്ടികൾക്ക് ഇന്ന് എക്സാം എഴുതിയതിൻ്റെ OMR വ്യൂ നമുക്ക്, അതായത് ഇന്ന് അവർ എക്സാം എഴുതിയതിൻ്റെ വ്യൂ നമുക്ക് 1-ാം തീയതി കുട്ടികൾക്ക് brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ അവരുടെ പ്രൊഫൈൽ വഴി കാണാൻ സാധിക്കുകയും റിസൾട്ട് നമ്മൾ 3-ാം തീയതി കുട്ടികൾക്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ഓൺലൈൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുകയും നമുക്ക് ഇന്നിപ്പോൾ ഓഫ്ലൈൻ ടെസ്റ്റാണ് നമ്മൾ കേരളത്തിലെ വിവിധ സെൻറ്ററുകളിൽ വെച്ച് നടത്തിയിരിക്കുന്നത്. കേരളത്തിലും പുറത്തുമായി വിവിധ സെൻറ്ററുകൾ, ഏതാണ്ട് 50ഓളം സെൻറ്ററുകളിൽ വെച്ച് നമ്മളിന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് കോഴിക്കോട് നമുക്ക് കോഴിക്കോട് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ നമുക്ക് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമുക്ക് അടുത്ത 2025 ഏപ്രിൽ മാസം നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അവിടെ ക്ലാസ് ഉണ്ട്, 7ൽ പഠിക്കുന്നവർക്കുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കുണ്ട്. കോഴിക്കോട് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ സെൻറ്ററിൽ നമുക്ക് ഓഫ്ലൈൻ ക്യാമ്പസ് ഉണ്ട്. അതുപോലെ കോട്ടക്കൽ ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററിൽ നമുക്ക് ക്യാമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൃശ്ശൂർ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ വെച്ച് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എറണാകുളം സെൻറ്റർ തേവരയിൽ വെച്ച് നമുക്ക് ക്ലാസ്സുകളുണ്ട്. നമുക്ക് ഇടുക്കിയിൽ നമുക്ക് വാഴക്കുളത്ത് വെച്ച് നമുക്ക് ക്ലാസ്സുകളുണ്ട്. പാലായിലേക്ക് വരുമ്പോൾ പാലായിലെ മെയിൻ ക്യാമ്പസ് ബ്രില്യൻറ്റിൽ വെച്ച് തന്നെ ക്ലാസ്സുകളുണ്ട്. കോട്ടയത്ത് വെച്ച് നമുക്ക് ക്ലാസ്സുകളുണ്ട്. ചങ്ങനാശ്ശേരിയിലുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് 12 ജില്ലകളിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. ഇന്ന് ഓഫ്ലൈൻ എഴുതിയ എല്ലാ കുട്ടികൾക്കും ഓഫ്ലൈൻ ബാച്ചിലേക്ക് തന്നെ സെലക്ഷൻ ലഭിക്കുന്നു. അതുകൂടാതെ തന്നെ വളരെ ആകർഷകമായ ഒരു സ്കോളർഷിപ്പും ഇന്ന് അവരെ തേടി എത്തുന്നുണ്ട്. അതായത് മൊത്തം കൂടെ നമുക്ക് ഏതാണ്ട് 1.5 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് വരിക. അതായത് 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക്, ടോപ്പ് വരുന്ന ആൾക്ക് നമുക്ക് 50,000 രൂപ ഫസ്റ്റ് റാങ്കിന് കിട്ടുന്നു. അതുപോലെ ടോപ്പിൽ വരുന്ന ഏതാണ്ട് 100-ലധികം കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകളാണ് ലഭിക്കുന്നത്. 9ഉം 10ലേക്ക് വരുമ്പോൾ 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് ലഭിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ ഇന്നത്തെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ, അവരുടെ പഠിക്കാനുള്ള താല്പര്യത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി കിട്ടുകയാണ്. കാരണം അവർക്ക് കിട്ടുന്ന ആ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പം നമ്മുടെ ഇനി വളർന്നു വരുന്ന ഈ ഒരു തലമുറ എന്ന് പറയുന്നത് സയൻസിനും മാത്സിനും നല്ല ഒരു അടിത്തറ പാകി വളരെ വ്യക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് വന്ന് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം നമ്മുടെ ഈ വളർന്നു വരുന്ന ഈ ഒരു തലമുറയ്ക്ക് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് വഴി ചെയ്തു നൽകാൻ കഴിയും. IIT-AIIMSന്റെ ഇന്നത്തെ സ്ക്രീൻ ടെസ്റ്റ് ഇപ്പോൾ 10ൽ പഠിക്കുന്ന കുട്ടികൾ +1 +2 ഒപ്പമുള്ള 2 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റാണ് നടന്നത്. കേരളത്തിലും ദുബായിലും ഖത്തറിലും ബാംഗ്ലൂരും ഉൾപ്പെടെ 50ഓളം സെൻറ്ററുകളിലായിട്ട് 10,000-ഓളം കുട്ടികളാണ് ഇന്നത്തെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതുന്നത്. സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ആൻസർ കീ ഇന്ന് തന്നെ വൈകുന്നേരം 7 മണിയോടുകൂടി ബ്രില്യൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനുശേഷം 30-ാം തീയതി ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നു. ആ ആൻസർ കീയുടെ അടിസ്ഥാനത്തിലാണ് സ്ക്രീനിങ് ടെസ്റ്റിനെ നമ്മൾ വാല്യൂ ചെയ്യുക. ഒക്ടോബർ 1-ാം തീയതി വൈകുന്നേരം കുട്ടികൾക്ക് അവരുടെ പ്രൊഫഷണൽ സ്കോർ അറിയാം. അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഫൈലിൽ അവരെഴുതിയ OMR ഷീറ്റിൻ്റെ വ്യൂവും ലഭ്യമാണ്. അതിൽ എന്തെങ്കിലും ചലഞ്ചസ് കുട്ടികൾക്ക് പറയാനുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ വാല്യൂ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർക്കൊരു ചലഞ്ച് പറയാനുണ്ടെങ്കിൽ അതിന് ഒരു ദിവസം കൂടെ നമുക്ക് അവസരമുണ്ട്. 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒക്ടോബർ 2-ന് ഈവനിങ് 8 PM ഇതിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാം, എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നതെന്നുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും ഉണ്ട്.
ആ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് ശേഷം കുട്ടികൾക്ക് സെലക്ട് ചെയ്യാം ഏത് പ്രോഗ്രാമിലാണ്, ഏത് സെൻറ്ററിലാണ് അവർക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സുണ്ട്. ഒരു 3 അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് ഈ ടെസ്റ്റ് വഴിയുള്ള അഡ്മിഷൻസ് നടക്കുക. അതിൽ ആദ്യ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്ടോബർ 5 മുതൽ ആരംഭിക്കുകയാണ്. ഒക്ടോബർ 5 മുതൽ ഒക്ടോബർ 23 ഉണ്ട്. 3 ഘട്ട അലോട്ട്മെൻറ്റുകളും പൂർത്തിയായി ഈ ടെസ്റ്റ് വഴിയുള്ള അഡ്മിഷൻ പ്രോസസ്സും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്ക്രീനിങ് ടെസ്റ്റിന് ഫസ്റ്റ് വരുന്ന ആളിന് 10 ലക്ഷം രൂപയുടെ പ്രൈസാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്. സെക്കൻഡ് വരുന്നത് 5 ലക്ഷം, തേർഡ് വരുന്നത് 4 ലക്ഷം. അങ്ങനെ അനവധി സ്കോളർഷിപ്പുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ വരുന്ന കുട്ടികൾക്ക് 100% സ്കോളർഷിപ്പാണ് ലഭിക്കുക. അതിനുശേഷം 90%, 80%, 60%, അങ്ങനെ ടെസ്റ്റ് ക്വാളിഫൈഡ് ആകുന്ന ഒരു സ്റ്റുഡൻറ്റിന് മിനിമം 10% വരെ സ്കോളർഷിപ്പ് ലഭ്യമായിരിക്കും. നമ്മുടെ ടെസ്റ്റിൽ ക്വാളിഫൈഡായി സെലക്ഷൻ കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റിന് മിനിമം ഗ്യാരണ്ടി നമുക്ക് 10% സ്കോളർഷിപ്പാണ്. കൂടാതെ ഒരു സ്പെഷ്യൽ സ്കീം, സ്റ്റുഡൻറ്റ് മൈത്രി സ്കീമും ബ്രില്യൻ്റ് ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള 100 കുട്ടികൾക്ക് അവരുടെ അർഹതയുടെ അടിസ്ഥാനത്തിൽ 100% വരെ സ്കോളർഷിപ്പും ഈ ടെസ്റ്റ് വഴി നമ്മൾ ലഭ്യമാക്കുകയാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.